കുസാല സ്റ്റുഡൻസിന് വേണ്ടി ഒരു പിക്കപ്പ് ലൈൻ പറയുന്നതാണ്. ഒരു പിക്കപ്പ് ലൈൻ. പറയുന്നത് ഞങ്ങൾ വിടില്ല. ഒരു പിക്കപ്പ് ലൈൻ മാത്രം പറയാം. ഓക്കെ. സോറി സംസാരം ക്യാരക്ടർ പേര് എന്താണെന്ന് അറിയില്ല. So, how's the experience? Experience ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഡെബ്യൂയാണ്. അപ്പം ഇത്രയും നല്ല കാസ്റ്റിൻ്റെ കൂടെ ചെയ്യാനുള്ള വലിയ ഭാഗ്യമാണ്. ഇത് വളരെ കോൺഫിഡൻസാണോ? വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ കലോത്സവ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ടയർഡാണെന്ന് അറിയാം. എന്നാലും 94 എനർജി ഫോർ ആലപ്പുഴ. ഞാൻ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തേത് ഇതേപോലെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ വരുന്നത് പ്രളയത്തിലാണ്. പ്രളയത്തെ ടൈമിൽ ഒരുപാട് ആൾക്കാരെ അഭയം കൊടുത്തൊരു സ്ഥലമാണ് കുസാല. ആ ടൈമിൽ ഒരുപാട് സാധനങ്ങൾ പഠിപ്പിക്കുകയും ആൾക്കാരൊക്കെ. അപ്പം ആ സമയത്ത് നമ്മൾ ഒരു കാഴ്ച എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത്. അപ്പം ആ സമയത്തൊക്കെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പം ആലപ്പുഴ ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോർട്സ് കോമഡി ചാനൽ പടമാണ്. നമ്മൾ മിക്ക സ്പോർട്സ് മൂവി ഇവിടെ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലെ കുറച്ച് സീരിയസ് ആയിട്ട് പടങ്ങൾ. പക്ഷേ ടോട്ടലി ഹ്യൂമറിലുള്ളൊരു സിനിമയാണ്. എന്നാൽ നല്ല ആക്ഷൻ, നല്ല ഫൈറ്റിംഗ് കാണാൻ പറ്റും. ബോക്സിംഗ് നല്ല വൃത്തിയോടെ ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരുന്ന സിനിമയാണ്. ആൻഡ് യു നോ ഈ കാലത്ത് ശിക്ഷിക്കാറ്. അപ്പോൾ അവരുടെ ഒരു മാച്ച് ഈ സിനിമയിലുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു നമ്മുടെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്. BPG ആൻഡ് ലുക്മാൻ. അതിനൊക്കെ എല്ലാവരും ഒരു 5-6 മാസം കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാതെ മാറ്റി വെച്ച് ട്രെയിൻ ചെയ്ത് ഒരു 3 മാസത്തെ ഷൂട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് ആലപ്പുഴ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു സോ മച്ച്. നിനക്കൊക്കെ പെണ്ണുങ്ങളെ പോലെ പ്രാന്താവുന്ന മലയാള സിനിമയിൽ കാലു വെച്ച നമ്മുടെ പ്രിയപ്പെട്ട നസർ. എല്ലാവർക്കും നമസ്കാരം. ഞാനതിൽ തന്നെ ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികളും എല്ലാവിധ ആശംസകളും. സിനിമയെ പറ്റി കൂടുതലും പറയാനില്ല എനിക്ക്. നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ജിങ്കാന. അതിന് നിങ്ങൾ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. സിനിമ എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതൽ പറഞ്ഞ് പ്രശ്നമാക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാനുള്ള പടമുണ്ട് എന്തായാലും. ഇതൊരു ടീം ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിൽ ഒരു പേരാണ് ചെറുന്ന ഗ്യാങ്ങിന്റെ പേര്. പടം കാണണം. ഞാൻ ആദ്യമായിട്ടോ കോളേജിൽ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാം. ഞാൻ ഫാമിലിയുടെ സമയത്ത് കോളേജ് പ്രൊമോഷൻസ് പോയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഫസ്റ്റ് കോളേജാണ്. ഇതിന് ഷിഫാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആക്ച്വലി സിനിമയിലെ 2 ഷിഫാസ് ഉണ്ട്. ഇത് ചെറിയ ഷിഫാസ്, ഇത് വലിയ ഷിഫാസ്. അപ്പോൾ ചെറുത് വലുതെന്നായിരിക്കും കൂടുതൽ സിനിമയിൽ യൂസ് ചെയ്യുന്ന ടേംസ്.
അപ്പം എല്ലാവരും സിനിമ കാണാൻ നല്ലൊരു സിനിമയായിരിക്കും. ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ്. കൂടുതലും കോമഡി ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒന്നുമില്ല 2-3 ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട്. പിന്നെ അല്ല മെയിൻലി ഈ ഒരു ജേർണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പണം ചെയ്യുന്നത്. ഇത്രയും ആള് കൂടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 6-7 മാസം അതിന്റെ ട്രെയിനിങ്, അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുക, ആ സിനിമയുടെ കൂടെ ഒരു ഏകദേശം 1 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പം അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഡയറക്ടർ റാഹ്മാൻഖാനൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റി. ശിക്ഷിക്ക ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സ്പെസിഫിക് ആണ് വിളിച്ചത്. എല്ലാവർക്കും ഒളിച്ചു പോവുക. അതുകൊണ്ടാണ് ചോദിച്ചത്. ആണോ? ഉണ്ടോ? അല്ല ഫൈറ്റാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയിൽ പാർട്ടാവുന്നത്. ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. എന്തായാലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇടിച്ചിട്ട് ഒരാളെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു സീൻ. അതാണ് എനിക്ക് മറക്കാൻ പറ്റുന്നത്. ചോര എടുത്തോണ്ട് പോയി സെൻട്രൽ ഹോസ്പിറ്റലായി. ഇതേ കുറെ നല്ല മനസ്സിലായിരുന്നു. നമ്മുടെ കൂട്ടത്തില് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങുമാകിയിട്ട കട്ടായം, കിനാവ് കൊണ്ട് കെട്ടുകൊട്ടാരം, അതിൽ മധുരമ തന്നെ രാജാവും. ചെറിയ ഭൂമി എന്നെ വീതിച്ചത് നമുക്ക്, ഉച്ചയ്ക്ക് ഉയരത്തിൽ പറക്ക്, ചെറുപ്പൂത്താലും താമര കണക്ക്, ചോറ് പോലെ കൊണ്ട് ജീവിക്കാൻ നമുക്ക്. കഥയെന്നും അറിയാത്ത കൂട്ടം, പൂരങ്ങളിലൊപ്പു നോട്ടം, വയറു നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിലൊതുങ്ങാത്ത പലരി കൂട്ടം. വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജേർണി, അതായത് ആ ഒരു ക്യാരക്ടർ ജേർണിയില് അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഈ ക്യാരക്ടറിലേക്ക് വന്നു. അതായത് തളിമുതൽ കാണുന്ന ഒരു നെസിനെയല്ല നമ്മുടെ ചിന്താവിൽ കാണുന്നത്. നല്ല ചേഞ്ച് ഉണ്ട്. അതായത് ആ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ജേർണിയില് നെസിനെ അനുഭവിച്ചു. അതായത് തളിമുതലെ ആ ഒരു നെച്ചൊന്നും പറയുന്നത് ഒരു കിഡ് ക്യാരക്ടർ ആയിരുന്നു. അവിടെ ഈ നെച്ച് ജിനാന ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു കരിയർ ഗ്രോത്തിൽ നെസിനെ അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഏറ്റവും വലിയ ചലഞ്ച് എനിക്കറിയില്ല. ഈ ജേർണി ഞാൻ ഓരോ പടത്തിലും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്റെ പേടി എനിക്ക് ഞാൻ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഓരോ പടം കഴിയുന്നതും ആ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ആ എക്സ്പീരിയൻസിൽ എങ്ങനെ അടുത്തത് ബെറ്ററാക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസോടുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതിലിപ്പോ ഈ ക്യാരക്ടർ ഇതുപോലത്തെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഈ ജോജോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കിട്ടുന്നതെല്ലാം മറ്റേ നാടകീയമായിട്ടുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതില് കുറച്ച് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര എന്താണ് പെണ്ണുങ്ങളെ വളക്കാൻ, അല്ലെങ്കിൽ 3-4 നായികമാർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഓണായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ചോദിച്ച ചോദ്യത്തെ മറന്നുപോയി. അല്ല, ചലഞ്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ടൊന്നും അറിയില്ല. എനിക്ക് ആ മൊമെന്റില് അതായത് അത് ഫേസ് ചെയ്യാൻ അടുത്തത് എന്താണ് എന്നുള്ളത് സ്വയം പൊളിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്കൂൾ ലൈഫിൽ കോളേജ് ലൈഫിൽ ഉണ്ടായി കാണുന്നത് ആ ഒരു ടാലന്റിനുണ്ടായ ഒരു ബെനിഫിറ്റും ഒരു ഡിസഡ്വാൻറ്റേജ്